പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ദൈവത്തിന്റെ സൃഷ്ടിയുടെ വലിയ മഹത്വമാണ് നമ്മൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം ഇടയാക്കിയത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചിട്ട് സകലതിനെയും ഭരിക്കുവാനും സകലതിന്റെ മേലുള്ള അധികാരം ദൈവം കൊടുത്തു. എന്നിട്ട് ദൈവം ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. കണ്ടോ, സസ്യങ്ങളെ ദൈവം എന്തിനാണ് നമുക്ക് നൽകിയത്? ആഹാരമായിട്ടാണ്. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പർവ്വജാതികൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവം കൽപ്പിച്ചു. കണ്ടോ, ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ചെയ്തത് എത്ര മനോഹരമായിരിക്കുന്നു. നമ്മൾ കാണാൻ കഴിയുന്നില്ലേ? മാംസഭോജികളായ മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? സസ്യഭോജികളായ മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? രണ്ടും ഒരുപോലെ ഭക്ഷിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇതെല്ലാം ദൈവമാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്. ഇവയെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് സൃഷ്ടിച്ചത്. ഇവയെല്ലാം കൊന്നു ഭക്ഷിക്കുവാന്, ആഹാരമായി തിന്നുവാനൊക്കെ ആയിട്ടാണ് ദൈവം ഇത് സൃഷ്ടിച്ചത്. ദൈവമാണ് മനുഷ്യനെ ഇതുപോലെ മനോഹരമായി, എത്ര മനോഹരമായിട്ടാണ് നമ്മെ ദൈവം അലങ്കരിച്ചത്. എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ആ ദൈവസ്നേഹം എത്ര പറഞ്ഞാൽ അറിയിക്കുവാൻ കഴിയാത്ത വണ്ണമല്ലേ നമുക്ക് ദൈവം തന്നത്. നമ്മൾ ഒരിക്കലും വേദനിക്കാൻ വേണ്ടിയല്ല ദൈവം ഇത് പറഞ്ഞത്. നമ്മൾ നിരാശപ്പെട്ടു പോകാൻ വേണ്ടിയല്ല ദൈവം ഇത് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം എല്ലാം നല്ലതെന്ന് കണ്ട ദൈവം, അതിമനോഹരമാണെന്ന് കണ്ട ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യന് വേണ്ടതെല്ലാം ചെയ്തു തന്നൊരു കർത്താവ്, ഇന്ന് ഞാനാണ് ഇതെല്ലാം കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ഓരോ മനുഷ്യരെയും നമുക്ക് കാണാൻ കഴിയും. ദൈവം അതിനുള്ള വഴികളെല്ലാം തിരുവെഴുത്തിലൂടെ നമുക്ക് തുറന്നു തന്നതുകൊണ്ടല്ലേ ഇതെല്ലാം കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും നമുക്ക് കഴിയുന്നത്. നമ്മൾ ആദ്യം അറിയേണ്ടത് ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ എൻ്റെ ദൈവത്തെ ഒന്ന് അറിയാൻ കഴിഞ്ഞെങ്കിൽ, ദൈവം നമ്മളെ കാണുന്ന ദൈവമാണ്, അറിയുന്ന ദൈവമാണ്, നമ്മളെ നടത്തുന്ന ദൈവമാണ്. നമ്മൾ വിചാരിക്കും, ഈ അഖിലാണ്ടം ഉണ്ടാക്കിയ ദൈവം എന്നെ കാണുന്നില്ലേ, എൻ്റെ വേദനകൾ അറിയുന്നില്ലേ, എൻ്റെ പ്രയാസങ്ങൾ അറിയുന്നില്ലേ, എൻ്റെ കുടുംബത്തിനുള്ള പ്രശ്നങ്ങൾ അറിയാത്ത ദൈവമാണോ? എല്ലാം അറിയുന്ന. പ്രിയമുള്ളവരെ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മളൊന്ന് അറിയാൻ തുടങ്ങിയാൽ മതി, നമ്മളൊന്ന് അറിയാൻ ഇടയായാൽ മതി. ഈ വചന സന്ദേശത്തിലൂടെ നിങ്ങൾ ഈ കർത്താവിനെ അറിയാൻ ഇടയായെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര അനുഗ്രഹമായി മാറും. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അനുഭവിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് ആരാധിക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം, കർത്തൃസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ച ദൈവമാണ്. മനുഷ്യനെ തന്റെ കരവേലയാൽ അങ്ങ് മെനഞ്ഞെടുത്ത ദൈവം 7-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ കർത്താവെ, ഭയങ്കര ഒരു വിശ്രമത്തിന്റെ ദിവസം, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായി ഒരുക്കുന്നതിന് മുമ്പ് കർത്താവ് ഇതെല്ലാം ചെയ്തു തന്ന ദൈവമാണ്. ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ, കർത്താവെ, ഇന്നീ പ്രഭാതം നീ ഞങ്ങൾക്കായി ഒരുക്കുന്നെങ്കിൽ നിന്റെ മഹത്വവും കൃപയും അഭിഷേകവും ഞങ്ങളുടെ എല്ലാവരുടെ മേലേക്കും നീ ചൊരിഞ്ഞു തരട്ടെ. നിന്റെ ശക്തി കൊണ്ട് ഞങ്ങൾ നിറയപ്പെടണം, നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയപ്പെടണം, നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ, നിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. നല്ലൊരു പ്രഭാതം തന്ന ദൈവം ഈ പ്രദോഷം വരെയും ഞങ്ങളെ നടത്തുന്നതിനും ആ മണിക്കൂറുകളെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.